ഞാൻ പണ്ടുപോലെ എങ്ങനെയാണ് ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോകും. ഹലോ ഗായ്സ്, അങ്ങനെ മമ്മൂക്കയുടെ ഡൊമിനിക് ആരാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ഗൗതം വാസുദേവ് മേനോൻ. ഏതാണ് പ്രൊഡക്ഷൻ കമ്പനി? മമ്മൂട്ടി കമ്പനി. അപ്പം പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. മമ്മൂട്ടി കമ്പനി ഇതിനു മുമ്പ് എടുത്ത് വെച്ച പടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതിനെപ്പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പം പടത്തിൻ്റെ ഹൈപ്പ് നല്ല രീതിയിലുണ്ട്. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായിട്ട് മലയാളത്തിൽ എടുക്കുന്നൊരു പടമാണ്. വിനീത് അണ്ടിയൂരുമായൊക്കെ കണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു ഫീല്, ഇപ്പോഴും കണ്ട ഒരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് എനിക്ക് വീട്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. എസ്പെഷ്യലി കഴിഞ്ഞ് കോളേജ് ടൈമൊക്കെ നമ്മൾ കണ്ട പടമായതുകൊണ്ട് എൻ്റെ ഇപ്പോൾ അതിൻ്റെ ഒരു ഫീൽ, ഇപ്പം കണ്ടാൽ കൂടെ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. ഇപ്പം കൂടെ രോമാഞ്ചം വരുന്നത്. പിന്നെ വാരണമായിരം, അത് ഓർക്കുമ്പോൾ വളരെ വളരെ ഓർമ്മകൾ എനിക്കുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന കാലത്താണ് വാരണമായിരം വന്നത്. അപ്പം മതിലിയാടിപ്പോയി കണ്ട രാത്രിയിൽ, ആദ്യമായിട്ട് ഫസ്റ്റ് ഇയറിൽ മതിലിയാടിപ്പോയി കണ്ട പടമായിരുന്നു വാരണമായിരം. അപ്പം കുറേ ഓർമ്മകൾ നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ്റെ പടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പ്രത്യേകിച്ചുണ്ട്. അപ്പം ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ഒരു പടം എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഗൗതം വാസുദേവ് മേനോൻ തമ്മിലൊന്ന് ഡള്ളായെങ്കിലും, അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു പ്രതാപകാലത്തിൻ്റെ അത്രയും ഒരു അതിപ്പോൾ ഇല്ല. ആ ഒരു പുള്ളിയുടെ ആ ഒരു പഴയൊരു ഫീൽ, അല്ലെങ്കിൽ പുള്ളിയുടെ പഴയൊരു വൈബ് ഇപ്പോൾ ഇല്ലെന്ന് പലരും ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ സ്റ്റിൽ ഐ എക്സ്പെക്ട് എ ഗുഡ് മൂവി. ഇടയ്ക്ക് അവസാനം എടുത്ത പടം കൂടെ ഫ്ലോപ്പായിരുന്നു. അപ്പം അത്രയൊരു ഹൈപ്പ് ഇല്ലെന്നാണ് മൊത്തത്തിലൊരു ധാരണയെങ്കിലും എനിക്ക് മലയാളത്തിലോട്ട് വരുമ്പം ഗൗതം വാസുദേവ് മേനോൻ എങ്ങനെ മമ്മൂട്ടി ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ സുരേഷ് ഗോപിയുടെ മോന് ഗോകുൽ സുരേഷ്, പുള്ളി എങ്ങനെ ഇതിനകത്ത് പെർഫോം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ കാണാനൊരു വല്ലാത്തൊരു ആഗ്രഹം എനിക്ക് എന്തായാലും ഈ പടത്തിൻ്റെ പുറകിലുണ്ട്. നമുക്ക് എന്താണ് ഇതിന് ട്രെയിലർ എന്ന് നമുക്കൊന്ന് കാണാം. ട്രെയിലർ എങ്ങനെ പൊളിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. എനിക്കാണെങ്കിൽ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ ഈ ഡാൻസ് അല്ല, ഇത് ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. ആ നട, ആ നിപ്പ്, പിന്നെ ഡിറ്റക്റ്റീവ് പടമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കുറേ നാളായി മമ്മൂട്ടിയുടെ ഒരു ഡിറ്റക്റ്റീവ് പടം കണ്ടിട്ട്. എനിക്ക് മമ്മൂട്ടിയുടെ ഒരു അന്വേഷണ രീതിയും കാര്യങ്ങളൊക്കെ പടങ്ങളിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഡിറ്റക്റ്റീവ് പടമാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ത്രില്ലർ എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. നന്നായിട്ട് വരട്ടെ. ബാക്കിയാണ് ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. ഗെറ്റ് റെഡി ഫോർ യുവർ ഫസ്റ്റ്. മമ്മൂട്ടിയുടെ കൂടെ തന്നെ ഗോകുൽ സുരേഷ് ഉണ്ട്. നമ്മുടെ പാപ്പനകത്ത് സുരേഷ് ഗോപിയുടെ കൂടെ ഗോകുൽ സുരേഷ് വന്നപ്പോഴും നല്ല ഒരു വൈബായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പടവും ഹിറ്റായിരുന്നു. എന്തായാലും മമ്മൂട്ടിയുടെ കൂടെ എങ്ങനെ ഗോകുൽ സുരേഷ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാനുള്ളൊരു ആവേശവും എനിക്ക് ഈ ഒരു പടത്തിൻ്റെ പിന്നിലുണ്ട്. Get ready for your first case with us. How do you do this, sir? Observation, concentration. ഹലോ മിസ്റ്റർ ഡൊമിനിക്. അയ്യോ, തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്റ്റീവ്സിന്റെ പോസ്റ്ററാണല്ലോ. സർവീസിലായിരുന്നു ഇപ്പൊ ഇതൊക്കെ സ്ഥിരം പതിവില്ലേ? ഒരു സൈഡ് ഞാനൊട്ട്, മറ്റേ സൈഡിൽ മരട് സുനി, ഗുണ്ടാ ഷാജി. ഒറ്റയടിക്ക് ഞാൻ എല്ലാത്തിനും പൊടിച്ച് മുളത്തി കയറ്റി. ഫൈറ്റൊക്കെ ടർബോ പോലൊന്നും നമുക്ക് പറയാൻ വേണ്ടിയില്ല. നമുക്കറിയാം മമ്മൂട്ടിയുടെ അടി എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിന്നുകൊണ്ടുള്ള അടിയാണ്. പക്ഷേ മമ്മൂട്ടിയുടെ ക്ലാസ്സൊക്കെ കിടക്കുന്നത് ആക്ടിങ്ങിലും പിന്നെ ഡിറ്റക്റ്റീവ് പടത്തിൽ പുള്ളിയുടെ ഒരു പെർഫോമൻസിലുമാണ്. എന്തായാലും ഡിറ്റക്റ്റീവ് പടമാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ഉണ്ടാകും, ഇത് നല്ലൊരു കുഴപ്പം പടമാണെന്നുള്ള കാര്യത്തിൽ. പിന്നെ അടിയൊന്നും നമുക്ക് സുരേഷ് ഗോപിയുടെ മമ്മൂട്ടിയുടെ നമ്മൾ എപ്പോഴും ആ ഒരു ഫൈറ്റിൻ്റെ ഒരു ലെവൽ അതേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പുള്ളി ചാടി പറന്നടിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഫൈറ്റ് നമ്മൾ വിചാരിച്ച അത്രയും ഇല്ല. ടർബോയിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സീനൊന്നും ഇതിനകത്ത് കാണുന്നില്ല. പക്ഷേ ഡിറ്റക്റ്റീവ് പടമാണ്, അതിനകത്തൊരു സസ്പെൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പോട്ടെ, അടി വിഷയമല്ല, ബാക്കിയൊക്കെ ഓക്കെ ആണല്ലോ. എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് ഒരു പേഴ്സ് കിട്ടിയടാ, അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? ഇറ്റ് ഈസ് ടു സിമ്പിൾ എ കേസ് ഫോർ മീ. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ അനക്കത്തില്ലായിരുന്നു. Now I am sure that I'm on the right track. മ്യൂസിക് അങ്ങോട്ട് കയറുവാണ്. ഇത്രയും നേരം പതുക്കെ 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 കൊണ്ടുവന്നിട്ട് അടിച്ചു കയറുന്ന ഒരു രീതിയാണ്. പൊളപ്പൻ ഈ ഒരു ഭാഗം മ്യൂസിക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയത് ഇപ്പോഴേ മാൻ മിസ്സിംഗ് കേസ് 2 എണ്ണമായി. ഇനി മർഡർ ബലം വരാനുണ്ട്. ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ തന്നെയാണ് മർഡർ ചെയ്തത്. മിസ്സിംഗ് പേഴ്സിൽ തുടങ്ങി മാൻ മിസ്സിംഗ് കേസ് വരെ പോകുന്നൊരു
കഥയാണെന്നുള്ള കാര്യമാണ് ഇതിനകത്തൊരു സൂചന കൊടുക്കുന്നത്. എന്തായാലും വളരെ സസ്പെൻസും ത്രില്ലറുമായിട്ടൊക്കെ ഉള്ളൊരു പടമാണെന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുമ്പോൾ, പിന്നെ ഡിറ്റക്റ്റീവ് പടമാണെന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. മമ്മൂട്ടി ആ റോളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പൊളപ്പനായിരിക്കും. മമ്മൂട്ടിയുടെ സ്റ്റൈല് 1-2 ഷോട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല അടിപൊളി സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ഫൈറ്റ് അത്ര അങ്ങോട്ട് വന്നിട്ടില്ല. ടർബോയുടെ സീനൊക്കെ കാണുമ്പോൾ അത്രയും സീനില്ല, പക്ഷേ പടം നല്ലൊരു പ്രതീക്ഷ തരുന്നുണ്ട്. ഭയങ്കര അടിപൊളി ട്രെയിലർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഉണ്ടടി ഇതിനകത്ത് എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഗൗതം വാസുദേവൻ്റെ ഫസ്റ്റ് പടമാണ്, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോഴേ നമുക്കറിയാമല്ലോ ആ ഒരു പടം എന്തോ ഉണ്ടായിട്ടാണ് മമ്മൂട്ടി കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ഫീൽ കിട്ടുന്നുണ്ട്, നല്ലൊരു പടത്തിൻ്റെ ഒരു ഫീൽ എനിക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. അപ്പം Don't spoil the movie for us. നീ ഇനി എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. I will find the killer. എപ്പടി ഞാൻ പണ്ടുപോലെ എങ്ങനെയാ, ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോകും. തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോകുമെന്നാണ് മമ്മൂക്ക പറയുന്നത്. വി ഓൾസോ വിൽ ഫൈൻഡ് ദ കില്ലർ ഓൺ January 23. ഞങ്ങളും ആ തുമ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം January 23 തിയേറ്ററിൽ തന്നെ കാണാം. നിങ്ങൾക്ക് ഈ ട്രെയിലർ കണ്ടിട്ട് എന്താണ് തോന്നുന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ കാണുന്നതിനും വരെ ഗുഡ് ബൈ.